ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളതേ പെരുന്നാരാവിൻ്റെ അന്നത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഏകദേശം അന്ന് നോമ്പല്ലായിരുന്നു. നോമ്പായ കാരണം കൊണ്ട് ഞങ്ങൾ എണീക്കുമ്പോൾ 8 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ നേരത്ത് ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട്, ഭയങ്കര കാറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറിയത്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവരാൻ വഴുകി. അപ്പോൾ എന്ത് ചെയ്ത്, ഏതായാലും ചിക്കന് പിറ്റന്നാൾക്ക് പെരുന്നാൾക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് കായം പുരട്ടി പിന്നെ അത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. ഒപ്പം ചെമ്മീനും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് ബിരിയാണിയിൽ ഇടണ്ടമ്മ, അത് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം ഞാനത് ചെമ്മീൻ പൊരിച്ചെടുത്തിട്ട് പിന്നെ സോസൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മസാലകൾ മാത്രം ഇട്ടിട്ട്, അല്ലാണ്ട് സബോളയും തക്കാളി അതൊന്നും ഇട്ടില്ല, അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ചിക്കനാണ് കണ്ടില്ലേ കരണ്ടിൻ്റെ അടുപ്പൊന്ന് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചു. അത് പൊരിച്ചെടുത്തിട്ട് പിന്നെ മന്തി റൈസിൻ്റെ അരിയാണ് ഉണ്ടായിരുന്നത്, ബസ്മതി റൈസല്ല, മന്തി റൈസിൻ്റെ ആയിരുന്നു. കുറച്ച് നേരം അത് വേവിക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ വേവിച്ചെടുത്തു. പിന്നെ കുക്കറിലാണ് കേട്ടോ വെച്ചത്. കുറച്ച് തന്നെ വെച്ചുള്ളൂ. ഇനിയിപ്പോൾ നാളെയും ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കണ്ടേ, ഇവിടെ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാനുള്ളതാണേ. അപ്പോൾ പിന്നെ അത് ചെറിയ അരി ആയിട്ടാ, അതിൻ്റെ അരി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പ്രതീക്ഷിക്കാത്തതല്ലേ, ഞങ്ങൾ പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനൊരു സാഹചര്യമായ കാരണം ബീഫ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ബീഫ് വൈകിട്ടാണ് കൊടുന്നത്, 5:30 അപ്പോൾ പിന്നെ ഏതായാലും നോമ്പറക്കേണ്ട ടൈമായില്ലേ, അപ്പം ഇങ്ങനെ ചെയ്തു. വലിയ റൈസായ കാരണം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചിക്കനൊക്കെ കുറച്ച് പൊരിച്ചെടുത്ത് ബാക്കി പിന്നെ മസാല ഞാൻ ഗ്യാസുമ്മ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ റൈസ് ഇതിൽ വേവിച്ചു. കുക്കറിൽ റൈസ് കുറച്ചൊന്ന് വേവാൻ ടൈം പിടിച്ചു. മന്തി റൈസല്ലേ, മന്തി മക്കൾക്കാർക്കും വേണ്ടമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ചിക്കൻ പൊരിച്ചിട്ട് മസാല കുറച്ചിട്ട് ബിരിയാണി വെച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടാ. അപ്പോൾ അതിന് ചിക്കനും ഞാനൊരു അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കന് പൊരിച്ചെടുക്കാൻ ഒരു ഭാഗത്ത് വെച്ചു. പിന്നെ ഞാൻ ചെമ്മീനും അതേപോലെ ഗ്യാസുമ്മ അതും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിളച്ച് അതും അരിയിട്ട് ലാസ്റ്റ് ബിരിയാണിക്കുള്ള മസാലയൊക്കെ ആയി. പിന്നെ ചെമ്മീനും ശരിയായി. പിന്നെ കുറേ ബിരിയാണിയിലേക്ക് ചിക്കൻ ഇട്ടില്ല കേട്ടോ, കാരണം മക്കൾക്ക് വെറുതെ കഴിക്കാനുള്ള ഇഷ്ടം, നോമ്പറക്കാൻ നേരമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മസാല കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതിലേക്കൊരു 5 പീസ് ചിക്കൻ തന്നെ ഇട്ടുള്ളൂ. എന്നിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ഒന്നിൽ വെച്ച് ചിക്കൻ കുറച്ച് പൊരിച്ചിട്ട് അതിലേക്ക് വെച്ചു, വേറൊരു പാത്രത്തിലേക്ക് വെച്ച്. അപ്പോഴത്തേനും പിന്നെ ബിരിയാണി ദമ്മിടേണ്ട ടൈമായിട്ടാണ്. ഏകദേശം റൈസൊക്കെ വെന്തു എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഇട്ടിട്ട് മസാല അതിലേക്കിട്ട് അതും റെഡിയാക്കി. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് അവിടെ തന്നെ വെച്ചു വിട്ടാ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കുഞ്ഞ് വെച്ച കാരണം എന്താണെന്നറിയില്ല, കുറച്ചല്ല, ഇത് ദമ്മിടുമ്പോൾ തന്നെ എൻ്റെ മക്കൾ ചോദിച്ചു, ഉമ്മ അത് തികയോ നമുക്ക് ചോദിച്ച്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നോമ്പറന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഡൗട്ട് ഉണ്ടായിട്ട് ഞാൻ വീണ്ടും റൈസ് വേവിക്കണോ തോന്നി. പക്ഷെ അതെല്ലാം ബാക്കിയായി, അവർക്ക് കഴിക്കാനുള്ളത് ബാക്കിയായി. ദമ്മിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട്
വറുത്തിട്ട് അങ്ങനെ വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5-5:30 കൂടിയിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുതായിട്ട് വെയിലും ഉണ്ടായി. രാവിലെ മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു കാറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പിന്നെ അപ്പോഴത്തേനും പിന്നെ നിസ്കാര റൂമിലേക്ക് പോയിട്ട് അവിടെ നിസ്കാരപ്പായും അവിടെയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പായകളും എല്ലാം കുടഞ്ഞ് റെഡിയാക്കി വെച്ച് നിസ്കരിക്കാനും ഉണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതും എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നു. അതിൻ്റെ ഇടയിൽ മോള് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി എന്ന് കണ്ടപ്പോൾ ഒന്ന് പുകയ്ക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പുകയ്ക്കുകയാണ് കേട്ടോ. പിന്നെ കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മറത്തും എല്ലായിടത്തിലും ഒന്ന് പുകച്ച് അതൊരു നല്ലൊരു സ്മെല്ലല്ലേ നമുക്കൊരു വൈകിട്ടൊരു 6-6:30 കൂടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ അത് കേൾക്കുന്നത്, അതിൻ്റെ മണവും ഉള്ളപ്പോൾ ചിലപ്പോൾ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോള് നാളെ കേൾക്കുള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോമ്പറക്കാനുള്ളതാണ് പഴം, ഒരു കട്ട്ലേറ്റും ബ്രെഡ് പൊരിക്കുകയും ചെയ്ത് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് സെറ്റാക്കി. പിന്നെ കുറച്ച് കോഴിമുട്ടയും പുഴുങ്ങി അത് ചമ്മന്തിയും കൂടിയിട്ട് അതും റെഡിയാക്കിയിട്ടാണ്. പിന്നെ നോമ്പറക്കാനുള്ളതല്ല അത് സെറ്റായി. ഇത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെറിയൊരു പാത്രത്തിൽ ബിരിയാണി ആക്കി തന്നെ ഉള്ളൂ. അപ്പോഴത്തേനും പുഡിങ് ഉണ്ടാക്കുക നാളെ കേൾക്കി പറഞ്ഞിട്ട് അത് അവരവിടെ തയ്യാറാക്കണ്ടിട്ട് മക്കൾ മാംഗോ സാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സാബൂനരിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ്. അപ്പോൾ നോമ്പറക്കാനുള്ളതൊക്കെ എല്ലാതും റെഡിയായിട്ട് ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് ഉള്ളു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടാണ്. മാഷാ അല്ലാഹ്, എല്ലാവരും കൂടി ഉള്ളപ്പോൾ നോമ്പറക്കണത് അതൊരു സന്തോഷമാണ്. കുറച്ചാണെങ്കിലും നമുക്കെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നോമ്പറന്നാൽ തന്നെ എനിക്കൊക്കെ ഒരു എരിവുള്ള എന്തെങ്കിലും ഒരു കഷ്ണം എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തോ പോലെ. പിന്നെ ആ മാംഗോ സാഗോ ഞങ്ങൾ കുറച്ച് നോമ്പറക്കുമ്പോൾ എടുക്കുകയും ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ പുഡിങ് ഉണ്ടാക്കണം വെച്ചപ്പോൾ ബ്രെഡ് ആയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കി. പിന്നെ അതൊക്കെ ഫ്രീസറിൽ വെച്ച് സവോളൊക്കെ റെഡിയാക്കി തരാം. ഇത് റെഡിയാക്കി ഞങ്ങൾ. അപ്പോൾ അതിന് മക്കളെ മോളോട് പ്രാവശ്യം ആദ്യമായിട്ടാണുള്ള മദ്രസയിൽ നിന്ന് ഉസ്താദ് അവർക്ക് പെരുന്നാൾ പാനേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തക്ബീർ ചൊല്ലിയിട്ട് മക്കൾ വന്നു കേട്ടോ. നമ്മളെ വീട്ടുകളിലേക്കൊക്കെ വന്നപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവന നമ്മളെന്തെങ്കിലും കൊടുക്കുക. മോൻ്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ് കേട്ടോ. മോൻ അന്ന് എന്താണ് അവന് മുടി വെട്ടാൻ പോയിട്ട് വഴുകി വരാൻ. അപ്പോൾ പിന്നെ അവ അവിടെ ഇരുന്ന് ബാക്കിയുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. അവരോട് തക്ബീർ ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ അവർ തക്ബീറൊക്കെ ചൊല്ലി തന്നു കേട്ടോ. പിന്നെ അങ്ങനെ മക്കളും പോയിട്ടാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളിരുന്നിട്ട് പിന്നെ പറഞ്ഞ് മൈലാഞ്ചി ഇടുകയെന്ന് വെച്ചിട്ട് അവർ വെറുതെ സിമ്പിളായിട്ടൊരു മൈലാഞ്ചിയും ഇട്ട് എൻ്റെ കയ്യിലിട്ട് തന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള പെരുന്നാൾ തലേന്നാളിൻ്റെ വീഡിയോ ഇനി നാളെ വരാം. അതുവരേക്കും